മീനും ചെമ്മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ്. കവറിന്റെ ഒപ്പം മുള കാണാൻ വെറുതെ നൈസാണ്. ജസ്റ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നൈസ് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പോയി കണ്ടേക്കാം. ദ്വീപ് യാത്രയുടെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി നമ്മളതിൻ്റെ എൻഡിങ്ങിലോട്ട് എത്തിയിട്ടാ. എൻഡിങ്ങിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു വഴി കൂടി കാണുന്നുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നൈസ് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പോയി കണ്ടേക്കാം. അടുത്തേക്ക് പിടിച്ചൊക്കെ പോകേണ്ടി വരും. നൈസ് വ്യൂയാണ്. ഒരു ഭാഗത്ത് നിന്നിട്ട് മീനിനൊക്കെ പിടിക്കേണ്ടിട്ട് ആൾക്കാർ. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ദ്വീപ് കാണുന്നുണ്ട്. അത് റിസോർട്ടാണോ അല്ലെങ്കിൽ വീടാണോ വേറെ എന്തിനാണോന്ന് അറിയില്ല. ഞാൻ കൂടുതലും കണ്ടേക്കണം ഒരുപാട് യൂട്യൂബേഴ്സ് ക്യാമറ ആയിട്ട് വേറെ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ കാശിൽ കാണിക്കുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാനായിട്ട്. അത് വിദേശികൾക്കറിയാം. വിദേശികൾ ഇവിടെ വന്ന് ഇതേപോലെ കേരളത്തിൽ വന്ന് ഇതേപോലെ ഒരുപാട് പരിപാടികൾ ചെയ്യും. അപ്പം നമ്മുടെ നാട്ടിൽ കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉള്ളിയടിയാണ് കേട്ടോ. എന്താ മുള്ളാണ് ഇതിൻ്റെ ഒരു എഡ്ജിന് മുന്നേ മുള്ളാണ് ഈ കാണുന്നത്. കുത്തി കിട്ടിക്കഴിഞ്ഞാൽ നൈസാണ്, നല്ല വേദനയാണ്. അടിപൊളി. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ്. നമ്മൾ വെറുതെ വീഡിയോ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുക, നിങ്ങളും കാണുക, മറ്റും കൂടെ വരിക. നമ്മളെ ചിത്രീകരിക്കുന്നു നമ്മുടെ പാപ്പി. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ ഏത് ദ്വീപിലാണ് ഉള്ളതെന്ന്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കാക്കത്തുരുത്ത് ദ്വീപിലാണ്. ഈ ശംഖും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഏകദേശം 2016 തോന്നുന്നു കാക്കത്തുരുത്ത് ദ്വീപ് ലോകശ്രദ്ധ നേടുന്നത്. നാഷണൽ ജിയോഗ്രാഫിക്ക് അവരുടെ ട്രാവൽ മാസികയിൽ ലോകത്തിലെ 24 മനോഹരമായ കാഴ്ചകൾ തിരഞ്ഞെടുക്കേണ്ടായി. അതിലൊരു കാഴ്ച കാക്കത്തുരുത്ത് ദ്വീപിലെത്തിയ സൂര്യാസ്തമയമാണ്. നടന്ന് വിഷമിച്ചാലെന്താ, അമ്മാതിരി വ്യൂ നമുക്ക് കാണാൻ പറ്റില്ലേ. എത്ര വിഷമിച്ചാലും നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ അവർ നടന്ന് വിഷമിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ മാറും. നമ്മളങ്ങനെ ഹിഡൻ പ്ലേസിൽ വന്ന് അതിനുള്ളിൽ കൂടി നടന്ന് അവസാനം എൻഡിങ്ങിൽ വന്ന് ആ എൻഡിങ്ങിൽ നിന്ന് വീണ്ടും നടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിൽ വേമ്പനാട് കായലടുക്കായി കിടക്കുന്ന ഈ ഒരു ദ്വീപ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കഴിയുമെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ദ്വീപിൽ വന്ന് ഇവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയും അതുപോലെ തന്നെ ഈ ദ്വീപിന്റെ ഭംഗിയും വൈകുന്നേരത്തെ സൂര്യാസ്തമയം കണ്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. മാടത്തിലെത്തി വെള്ളം മേടിക്കാൻ പോയമാര് വന്നില്ല. കാണിച്ചുതരാം. നമ്മളിവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇനി യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് ഇങ്ങോട്ടായി. അപ്പോൾ വഴി മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു അമ്പലത്തിൽ പാട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ആ ഒരു സൗണ്ട് കേട്ട് ലക്ഷ്യം പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ വഴികളൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ തീരുമാനിച്ചാണ് വഴി തെറ്റിയെങ്കിൽ ഇങ്ങനെ സൗണ്ട് പിടിച്ച് കേട്ട് പോകാന്നുള്ളത്. ചൂണ്ട പിടിക്കലും പരിപാടിയൊക്കെ ഇവിടെ കാണാൻ കേട്ടാ. എന്തെങ്കിലും കിട്ടിയ ഇനി നമ്മൾ പോണത് ഇവിടെ മീൻ വീശുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്ന് നല്ല പരുവായിട്ടുണ്ട്. കാരണം അത്യാവശ്യം നമ്മൾ നടന്നിട്ടുണ്ട്. വീഡിയോ ഒക്കെ അത് കാണാൻ പറയാം. വിയർത്ത് നല്ല സെറ്റാണ്. വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം അവിടെ പോയി കഴിഞ്ഞാൽ കരിക്ക് എടാ കരിക്കിട്ട് തരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൊളിച്ച് ഈ ഒരു സൈഡിലും പിന്നെ ഇങ്ങോട്ട് കാണാനൊക്കെ മീനും ചെമ്മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പണ്ട് കുറച്ചാളും മുന്നേ, അതായത് ഈ ചാനലിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു കാക്കത്തുരുത്ത് വീഡിയോ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് കയറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
വെള്ളം കിട്ടി. വെള്ളം കിട്ടേ. വെള്ളം ഇല്ലാണ്ട് നടന്നു തകർന്നത്. നിന്റെ കാര്യം മറന്നോളാ. വീശനെ കാണാൻ നോക്കി. പുള്ളിക്കാരൻ വീശി ഞാൻ ഒരു ചാർജ് ചെയ്യാണ്ടിരിക്കണായിരുന്നു. ഷോട്ട് പോയി കാണാമെന്നാ. നമുക്ക് നോക്കാം എന്താ കിട്ടണം നോക്കാം. ചെമ്മീനാണ് കേട്ടാ. നടക്കണ്ടല്ലോ. ഞാൻ പിടിച്ചോ. 4 ചെമ്മീൻ. പഫറിന്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ ചെമ്മീനാണ് ഗൈസ്. വൈബ് എന്നാലോചിച്ച് നോക്കി. ഒരു തുരത്തിൽ തന്നെ അവിടുത്തെ കാഴ്ച തന്നെ ചെമ്മീൻ വീശി പിടിക്കുന്നത്. പഫർ ഫിഷിനെ കിട്ടിയിട്ടുണ്ടോ? വീർക്കൊന്നറിയാമല്ലോ. കുഞ്ഞല്ലേ കുഞ്ഞ പിടിച്ചാൽ കിട്ടിയല്ലേ. അതാണ് എന്നിട്ട് രാത്രിയില്ലേ കവറിൻ്റെ ഒപ്പം മുള കാണാൻ വെറുതെ നൈസാണ്. തൊളപ്പത്തൽ പഫർ. മലയെ കുടിയേക്കണോന്നുള്ളത് കരിമീനല്ലേ. എല്ലാം ഒരു സൈസ് ഗ്രൂപ്പുകളാണല്ലോ. അതുകൊണ്ട് ഞാൻ ട്ടാ ഗർഭിണിയാണ്. വള്ളമില്ല അല്ലെങ്കിൽ കേറാൻ പറ്റാത്തോണ്ടാ. മറ്റേ മിഷൻ എന്ത് മിഷൻ ഉണ്ടോ? അതിനകത്ത് കരിക്കണ്ട. കരിമീൻ കുഞ്ഞി അപ്പുറത്തുണ്ടോ? ഉണ്ടാകാൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെ ആവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കളയാനട്ടാ. വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ഇടിച്ചടക്കാനുള്ള സാധനമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ കായലിൽ നിന്നൊക്കെ ഒഴുകി വരൂല്ലേ? കായലിൽ ഇവിടെ നിന്നൊക്കെ ഈ തൊണ്ണന് സാധനമൊക്കെ എടുത്താൽ കരത്തെ കയറ്റിടുമല്ലോ. അങ്ങനെ കേട്ടിട്ട് സംഭവം തെറ്റായി പിടിക്കണമെന്നില്ല. അങ്ങനെ പിടിച്ചേക്കാണ്. ഇതൊക്കെ ഒരുപാട് തൈ ഉണ്ടല്ലോ. കൊറേ തൈ ഉണ്ട് കേട്ടാ. കത്തിയാറാണ്. അപ്പൊ ആദ്യത്തെ കത്തി എറിഞ്ഞപ്പോ കീറിപ്പോയതാണ്. മരം ഇങ്ങനെ ഇരിക്കണം എന്നാണ് പറയണത്. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കരിക്ക് കുടിക്കാനുള്ള പരിപാടിയാണ്. അവിടെ കരിക്കണ്ടെന്ന് പറയണം. അപ്പൊ നോക്കാൻ വേണ്ടി പോകണയാണ് കരിക്കണ്ടായില്ല എന്നുള്ളത്. കരിക്ക് വേട്ട. ആള് മേളിലെത്തിട്ടാ. ഗ്യാസ് ഉണ്ട്. നേരത്തെ കറിയാം. മുട്ടയൊക്കെ ഓടിക്കണം. അതെ കരിക്ക് വാങ്ങിച്ചു. കുറച്ചുള്ള ഇതൊന്നുമില്ലല്ലോ. മൊത്തം പിടിച്ചിരുന്നു. കണ്ടിട്ടാ കോർത്തിനുള്ള സാധനം ഉണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ഇട്ടത് അവസാനം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.